عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال: ما نقصت صدقة من مال وما زاد الله عبدا بعفو إلا عزا وما تواضع أحد لله إلا رفعه الله. رواه مسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, ഒരു ദാനധർമ്മവും ഒരു സമ്പത്തിൽ നിന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരടിമ വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ അള്ളാഹു അവനെ പ്രതാപമുള്ളവനാക്കുന്നതാണ്. വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി തവാദു കാണിക്കുകയാണെങ്കിൽ, വിനയം കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ ഉയർത്തുന്നതാണ്. സ്വതക്ക നൽകുന്നത് നമ്മുടെ സമ്പത്തിൽ കുറവ് വരുത്തുകയില്ല എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മുടെ സമ്പത്തിനെയും നമ്മെയും ശുദ്ധിയാക്കുന്നതും ആ സമ്പത്തിൽ ബർക്കത്ത് നൽകുന്നതുമാണെന്ന് ഒരുപാട് ഹദീസുകളിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്: ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അത് നമ്മെ സാമ്പത്തികമായും മാനസികമായും ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൽസ്വഭാവത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുകയും ചെയ്താൽ അള്ളാഹു അതിൻ്റെ പേരിൽ ഉന്നതിയും പ്രതാപവും നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരും. عن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم فيما روى عن الله تبارك وتعالى أنه قال: يا عبادي إنكم تخطئون بالليل والنهار وأنا أغفر الذنوب جميعا فاستغفروني أغفر لكم. رواه مسلم. അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദ്സിയായ ഒരു ഹദീസിൽ അരുളുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്: യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, തീർച്ചയായും നിങ്ങൾക്ക് രാപ്പകലുകളിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. വ അന അഗ്ഫിറു ദുനൂബ ജമീഅൻ, ഞാൻ എല്ലാ പാപങ്ങളെയും പുറത്തു തരുന്നതാണ്. ഫസ്തഗ്ഫിറൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനത്തെ തേടുക. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. മനുഷ്യർ എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പുറത്തു തരുമെന്ന് അല്ലാഹു ഖുർആനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹു അവനോട് പങ്കു ചേർക്കുന്നതിനെ പൊരുത്തപ്പെട്ട് തരികയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത എത്ര വലിയ പാപമാണെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്നവൻക്ക് അള്ളാഹു അത് പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു അങ്ങനെ പുറത്തു കൊടുത്ത ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാള് 100 ആളുകളെ കൊന്നതിന് ശേഷവും അയാൾ തൗബ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ അരുളുകയുണ്ടായി: ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തെ 100 ഭാഗങ്ങളാക്കി തിരിക്കുകയുണ്ടായി. ഫഅംസക ഇൻദഹു 99 ജുസ്ആ, അതിൽ 99 ഭാഗവും അല്ലാഹു അവൻ്റെ അടുക്കൽ തന്നെ വച്ചിരിക്കുകയാണ്. വഅൻസല ഫിൽ അർദി ജുസ്അൻ വാഹിദ,
ആ 100-ൽ ഒരു ഭാഗം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഫമിൻ ദാലിക്കൽ ജുസ്ഇ യതറാഹമുൽ ഖൽഖു, ആ ഒരൊറ്റ ഭാഗം അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയതിൻ്റെ പേരിലാണ് ഈ കാണുന്ന സൃഷ്ടികളെല്ലാം പരസ്പരം കരുണ കാണിക്കുന്നത്. ഹത്താ തർഫഅൽ ഫറസു ഹാഫിറഹ അൻ വലദിഹ ഖശ്യത അൻ തുസീബഹു. നബി തങ്ങൾ പറയുകയാണ്, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കുതിര അതിൻ്റെ കുട്ടിയുടെ ശരീരത്തിൽ അതിൻ്റെ കുളമ്പ് തട്ടുമെന്ന് പേടിച്ചുകൊണ്ട് അതിൻ്റെ കുളമ്പ് ഇടയ്ക്കിടെ ആ കുട്ടിയെ തൊട്ട് മാറ്റിവെക്കുന്നത് പോലും ഈ ഒരു റഹ്മത്തിൻ്റെ ഭാഗമാണ്. അത് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനം വരെ വരുന്ന എല്ലാ സൃഷ്ടികളും പരസ്പരം കരുണ കാണിക്കുന്നത്, ഒരുമ്മ തൻ്റെ മക്കളോട് കരുണ കാണിക്കുന്നത്, കാട്ടിലുള്ള വന്യ മൃഗങ്ങൾ അതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കുന്നതെല്ലാം ഈ ഒരു കരുണയുടെ ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് വേണ്ടി ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അത്രയും വലിയ കരുണ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ അടിമകളോട് കാണിക്കും. അള്ളാഹു തആല അത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്നേഹവും കരുണയും പ്രകടമാക്കുന്ന ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. നമ്മൾ വളരെയധികം കേട്ടുപരിചയിച്ച ഒരായത്താണ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സൂറത്തു സുമറിൽ അള്ളാഹു ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ സ്നേഹത്തെയാണ് കുറിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അടിമകളെ വിളിക്കുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളുടെ സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്ത് തൻ്റെ സ്വന്തത്തെ തന്നെ നശിപ്പിച്ചു കളയുന്ന ആളുകളായാൽ പോലും യാ ഇബാദി, നിങ്ങൾ എൻ്റെ അടിമകളാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ അടുക്കൽ വീഴ്ചയുണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി നിരാശ തോന്നാം, നമ്മുടെ കുടുംബത്തിന് സമൂഹത്തിനൊക്കെ നമ്മളെപ്പറ്റി മോശമായ അഭിപ്രായമുണ്ടാകും, മാറ്റി നിർത്തും. പക്ഷേ അള്ളാഹു അപ്പോഴും വിളിക്കുന്നത് യാ ഇബാദി, എൻ്റെ അടിമകളെ എന്നാണ്. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യഗ്ഫിറുദ് ദുനൂബ ജമീഅൻ, അള്ളാഹു എല്ലാ പാപങ്ങളെയും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു അവൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനും ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനും. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, ഏറ്റവും കടുത്ത കുറ്റവാളിയാണെങ്കിലും അള്ളാഹുവിൻ്റെ പാപമോചനം അതിവിശാലമാണെന്ന് അള്ളാഹു ഒരുപാട് ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകമായ കരുണയും മഗ്ഫിറത്തുമൊക്കെ നൽകുന്ന ഈ ഒരു റമളാനിൽ അള്ളാഹുവിൻ്റെ ആ മഹത്തായ റഹ്മത്തിലും മഗ്ഫിറത്തിലുമൊക്കെ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.